വോട്ടുകളയിൽ രാജ്യത്തെ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി. കർണാടകയിലെ ക്രമക്കേടിൽ പശ്ചിമബംഗാൾ സ്വദേശി ബാപ്പി ആദ്യയെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2023 അലന്ത് മണ്ഡലത്തിലെ വോട്ടുകൾ വെട്ടിമാറ്റിയെന്ന കേസിലാണ് അറസ്റ്റ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന BR പാട്ടീലിന്റെ പരാതിയിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. OTP BJP നേതാവിന്റെ ഡേറ്റാ സെന്ററിൽ എത്തിച്ചതായും ഇതിന് പ്രത്യേക വെബ്സൈറ്റ് ഉപയോഗിച്ചെന്നും SIT കണ്ടെത്തി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് തിരിച്ചടി. മുട്ടടയിലെ സ്ഥാനാർത്ഥി വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി. ഇതോടെ വൈഷ്ണയ്ക്ക് മത്സരിക്കാനാകില്ല. അപ്പീൽ പോകാനാണ് UDFന്റെ തീരുമാനം. കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കുന്നത്. മുട്ടടയിലെ സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിരിക്കുന്നു. സഫാൻ VP വിവരങ്ങൾ നൽകും. സഫാൻ, കോൺഗ്രസിന് തിരിച്ചടിയാവുന്ന നീക്കമാണ്. എന്താണ് പേര് നീക്കിയതിന് പിന്നിൽ എന്നാണ് പറയുന്നത്? സപ്ലിമെന്ററി ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സപ്ലിമെന്ററി ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ വൈഷ്ണയുടെ പേര് ഈ ലിസ്റ്റിലില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ അപേക്ഷയിൽ തെറ്റായ മേൽവിലാസം നൽകിയെന്ന് CPM ബ്രാഞ്ച് സെക്രട്ടറി പരാതി നൽകിയിരുന്നു. ഈ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി കോൺഗ്രസിന് മുന്നിൽ വന്നിരിക്കുന്നത്. മുട്ടടയിലെ കുടുംബ വീടുള്ള വൈഷ്ണ അമ്പലമുക്കിലെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ അപേക്ഷയിൽ ഈ മേൽവിലാസം തെറ്റായി രേഖപ്പെടുത്തിയെന്നായിരുന്നു CPMന്റെ പരാതി. ഈ പരാതി അംഗീകരിച്ചിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഈ വൈഷ്ണവ് വോട്ട് ചെയ്തിരുന്നു. ഇതടക്കം ചൂണ്ടിക്കാണിച്ച് ഒരു അപ്പീൽ നൽകാനാണ് നിലവിൽ UDFന്റെ തീരുമാനം. അതിനുശേഷമായിരിക്കും ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്ന കാര്യം അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് തീരുമാനിക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ്. ഒരു യുവ സ്ഥാനാർത്ഥി KSUവിലൂടെ വളർന്നു വന്ന ഒരു പ്രതിനിധിയെ സ്ഥാനാർത്ഥിയാകുന്ന തരത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആ രീതിയിൽ വൈഷ്ണവ് പ്രചരണവും തുടങ്ങിയിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി വന്നിട്ടുള്ളത്. ഏതായാലും ഇതിന്റെ നിയമ നടപടിയാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നത്. ഈ വിഷയത്തിൽ അപ്പീൽ പോകാൻ അടക്കമുള്ള സാധ്യതകൾ തേടിയതിനു ശേഷം ഇതിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയിലേക്കാണ് കോൺഗ്രസും UDFും കടക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ ചൊല്ലി BJPയിലും LDFിലും തർക്കം. മുടവൻമുകൾ വാർഡിൽ BJP നേമം മണ്ഡലം സെക്രട്ടറി വിമത സ്ഥാനാർത്ഥിയാകും. വെങ്ങാനൂർ വാർഡിൽ LDF വിമതനാകാൻ ഒരുങ്ങുകയാണ് മുൻ കൌൺസിലർ. കോർപ്പറേഷനിൽ CPM BJP ഒത്തുകളിയാണെന്ന് UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ ആരോപിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDFും BJPയും. മുടവൻമുകളിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി കൂട്ടരാജിയാണ് BJPയിൽ തുടരുന്നത്. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെന്നാരോപിച്ച് രാജിവെച്ച നേമമണ്ഡലം സെക്രട്ടറി രാജ്കുമാർ വിമത സ്ഥാനാർത്ഥിയാകാനാണ് ഒരുങ്ങുന്നത്. നമ്മളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പാർട്ടിക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് അവിടെ കൊണ്ട് കെട്ടിയിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഈ ഇലക്ഷൻ എന്തായാലും പൂർണ്ണമായി സഹകരിക്കില്ല. ചിലപ്പം റിബൽ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ സ്വതന്ത്രമായിട്ട് വരെ നമ്മൾ നിൽക്കാൻ ചാൻസ് ഉണ്ട്. RJDക്ക് വേണ്ടി വിമത സ്ഥാനാർത്ഥിയായ P രാഗിയെ ജനതാദൾ S സ്ഥാനാർത്ഥിയാക്കി ചിഹ്നം നൽകിയതിലാണ് LDFിലെ തർക്കം. നിലവിലെ കൌൺസിലർ സിന്ധു വിജയനെ മാറ്റിയായിരുന്നു നാടകീയ നീക്കം. എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് സിന്ധു വിജയൻ. എന്റെ പാർട്ടിക്കാർ എന്റെ വീട്ടിൽ വന്നിട്ട് വീണ്ടും മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ മത്സര രംഗത്ത് വന്നു. LDFിന്റെ നേതാക്കളെ പോയി കണ്ടു. കോർപ്പറേഷനിൽ CPM BJP ഡീൽ എന്നാണ് UDF മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥന്റെ ആരോപണം. ജനങ്ങൾ ഇത് കാണുകയാണ്. കാരണം പണ്ടൊക്കെ ഇത് അടുത്തിട്ട് നടക്കുന്നതായിരുന്നു. ഇപ്പോൾ ജനങ്ങൾ കണ്ടു തുടങ്ങി. അതിൽ ഇഷ്ടപ്പെടാത്ത നല്ല കമ്മ്യൂണിസ്റ്റുകാർ അതിനെതിരെ സംസാരിക്കുകയാണ്. പല വാർഡുകളും ഇത്തരത്തിൽ 1-2 വാർഡുകൾ മാത്രമല്ല പലയിടത്തു നിന്നുള്ളവർക്ക് കാര്യങ്ങൾ അറിയുന്നുണ്ട്. പ്രചാരണം തുടങ്ങിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എങ്കിലും തർക്കങ്ങളും രാജിയും ആരോപണങ്ങളും ഒക്കെയായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് രംഗം കൊഴുക്കുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ കല്ലുകടി. സീറ്റ് നിഷേധിക്കപ്പെട്ട കുരിയച്ചിറ കൌൺസിലർ നിമ്മി റപ്പായി രാജിവെച്ച് LDFിൽ ചേർന്നു. സീറ്റ് നിഷേധിച്ചതിനെതിരെ കൊച്ചി കോർപ്പറേഷനിൽ മുൻ ഡെപ്യൂട്ടി മേയറും കോൺഗ്രസ് നേതാവുമായ KR പ്രേംകുമാർ സ്വതന്ത്രനായി മത്സരിക്കും. എറണാകുളം കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ CPMഉം CPIയും തമ്മിൽ സീറ്റ് തർക്കം രൂക്ഷമായി.
കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ വൈകിട്ട് പൂർത്തിയായതോടെയാണ് സീറ്റ് ലഭിക്കാതെ വന്ന നിമ്മി റപ്പായി മുന്നണി വിട്ടത്. NCP എസിൽ ചേർന്ന് ഒല്ലൂരിൽ മത്സരിക്കാനാണ് തീരുമാനം. പാർട്ടി തന്നെ വഞ്ചിച്ചുവെന്ന് നിമ്മി റപ്പായി. പാർട്ടി ചതിച്ചതാണ്. കാരണം പാർട്ടിക്ക് പിന്നെ അവിടെയുള്ള വേറൊരാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അതിനോട് എതിർക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ താമസിക്കാത്ത ഒരാളെ, വേറൊരു മണ്ഡലത്തിലുള്ള വേറൊരു ഡിവിഷനിലുള്ള ആളെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതിൽ എനിക്ക് തീർച്ചയായിട്ടും പാർട്ടിയോട് എനിക്ക് വളരെയധികം പരിഭവമുണ്ട്. എറണാകുളം കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ LDFൽ ഭിന്നത രൂക്ഷമായി. സീറ്റ് വിഭജനത്തോടെ 21 വാർഡുകൾ 24ആയി. ഇതോടെ 6 സീറ്റ് വേണമെന്ന ആവശ്യത്തിലാണ് CPI. 5 നൽകാമെന്ന നിലപാടിൽ CPM. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് CPI നിലപാട്. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനും CPI ബഹിഷ്കരിച്ചിരുന്നു. അതേസമയം ഇടുക്കിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ BDJSന് വഴങ്ങുകയാണ് BJP. നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തിലും സീറ്റ് ഉറപ്പു നൽകി. കട്ടപ്പന നഗരസഭയിൽ 5 സീറ്റും തൊടുപുഴയിൽ 4 സീറ്റുമാണ് വാഗ്ദാനം. ജില്ലാ പഞ്ചായത്തിലേക്ക് 3 സീറ്റുകളിൽ മത്സരിക്കാനും അവസരം നൽകും. BDJS ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഭീഷണി ഉയർത്തിയതോടെയാണ് മുന്നണി യോഗത്തിൽ തീരുമാനമായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തൃശൂർ. സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി ബാബുരാജ് രാജിവെച്ചു. KPCC മാർഗരേഖ അട്ടിമറിച്ചെന്ന് ബാബുരാജ് ആരോപിച്ചു. മലപ്പുറം പൊന്മുണ്ടം പഞ്ചായത്ത് ലീഗ് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് പദയാത്ര സംഘടിപ്പിച്ചു. കൊഴിഞ്ഞാമ്പാറയിൽ CPM വിമതർ കോൺഗ്രസിനൊപ്പം ചേർന്ന് മത്സരിക്കും. പാലക്കാട് നഗരസഭയിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി BJPയിൽ തർക്കം തുടരുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള UDF സ്ഥാനാർത്ഥി ചിത്രം തെളിയുമ്പോൾ കല്ലായി വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സംവിധായകൻ VM വിനുവാണ് മേയർ സ്ഥാനാർത്ഥി. കുറ്റിച്ചിറ വാർഡിൽ നിന്ന് ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന യൂത്ത് ലീഗ് നേതാവ് ഫാത്തിമ തഹ്ലിയ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലക്ഷ്യമിട്ടാണ് ജനവിധി തേടുന്നത്. ഇന്ന് വൈകിട്ട് റോഡ് ഷോയോടെ UDF പ്രചാരണം തുടങ്ങും. ഇതിനിടെ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട്ടെ DCC ജനറൽ സെക്രട്ടറി രാജിവെച്ചു. പാർട്ടിയുമായി ബന്ധമില്ലാത്തവരെ സ്ഥാനാർത്ഥിയാക്കുന്നുവെന്നാരോപിച്ചാണ് രാജി. എരഞ്ഞിപ്പാലം വാർഡ് 65 സംഭവിച്ച് ആ വാർഡിൽ നിന്ന് വരാത്ത ഒരു പേരുകാരനോ ആ പ്രദേശവുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരാളും 4.5 വർഷമായിട്ട് സജീവമായി പാർട്ടിയിൽ ഒരു സാന്നിധ്യമില്ലാത്ത വെസ്റ്റിയിലുള്ള ഒരു മുൻ ബ്ലോക്ക് പ്രസിഡന്റിനെ നൂലിൽ കെട്ടി സ്ഥാനാർത്ഥിയായി എരഞ്ഞിപ്പാലത്ത് ഇറക്കിയിരിക്കുക. സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് വനിതാ ലീഗ് നേതാവും പാർട്ടി സ്ഥാനം രാജിവെച്ചു. വനിതാ ലീഗ് കോഴിക്കോട് നോർത്ത് മണ്ഡലം പ്രസിഡന്റും മൂന്നാലിങ്ങൽ വാർഡിലെ കോർപ്പറേഷൻ കൗൺസിലറുമായ കെ റംലത്താണ് പാർട്ടി പദവികൾ രാജിവെച്ചത്. കോർപ്പറേഷനിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ കൂടി ഇന്ന് പ്രഖ്യാപിക്കും. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പാലക്കാട് BJPയിലെ തർക്കം തുടരുകയാണ്. പാലക്കാട് കൊഴിഞ്ഞമ്പാറയിൽ CPM വിമതരും UDFും ഒരുമിച്ച് മത്സരിക്കാൻ ധാരണയായി. 19 വാർഡുകളുള്ള കൊഴിഞ്ഞമ്പാറ പഞ്ചായത്തിൽ UDF 12 സീറ്റിലും CPM വിമതർ 7 സീറ്റിലും മത്സരിക്കാനാണ് ധാരണ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് യുവാക്കൾക്ക് നൽകാൻ കഴിയുന്ന പ്രാതിനിധ്യം നൽകിയിട്ടുണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി മീഡിയ 1നോട് പറഞ്ഞു. യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെ പോകുന്നു. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ MSF സ്റ്റേറ്റ് ലീഡേഴ്സ് മലപ്പുറം ജില്ലയിൽ കൊടുക്കാവുന്ന അത്ര പരിഗണന കൊടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണന്റെ മകൾ AP സ്മിജി അടക്കം MSF യൂത്ത് ലീഗ് നേതാക്കളെ കൂടി പരിഗണിച്ചാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്കുൾപ്പെടെ ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇതിനിടെ മലപ്പുറം പൊന്മുണ്ടം പഞ്ചായത്ത് ലീഗ് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് പദയാത്ര സംഘടിപ്പിച്ചു. മീഡിയ 1 കോഴിക്കോട്. ചീഫ് ഇലക്ടറൽ ഓഫീസർ വിളിച്ച യോഗത്തിൽ SIRനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് കടുപ്പിച്ചു. അനധികൃത വോട്ടർമാർ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നുവെന്ന് CPM ആരോപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം മതി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന് CPI നേതാവ് സത്യൻ മൊകേരി ആവശ്യപ്പെട്ടു. 2 ദിവസം കൊണ്ട് ഫോം വിതരണം പൂർത്തിയാക്കാൻ BLOമാർക്ക് കർശന നിർദ്ദേശം കൊടുത്തതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾ മാറ്റിവെച്ചാൽ ഞങ്ങളും അത് പ്രയോജനപ്പെടുത്തുമെന്ന് BJP പ്രതികരിച്ചു. തിങ്കളാഴ്ച മുതൽ പൂരിപ്പിച്ച് ഫോം നൽകിയവരുടെ എണ്ണം പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. BJP നേതാവും അധ്യാപകനുമായ K പത്മരാജൻ പ്രതിയായ പാലത്തായി പോക്സോ കേസ് കെട്ടിച്ചമച്ചതല്ലെന്ന് കോടതി. കൃത്യമായ തെളിവുകളുണ്ടെന്നും തലശ്ശേരി ജില്ലാ പോക്സോ കോടതി വ്യക്തമാക്കി. പത്മരാജനുള്ള ശിക്ഷ വൈകിട്ട് 3 മണിക്ക് വിധിക്കും. 10 വയസ്സുകാരിയായ വിദ്യാർത്ഥിയെ സ്കൂൾ ശുചിമുറിയിൽ 3 തവണ പീഡിപ്പിച്ച കേസിലാണ് BJP പ്രാദേശിക നേതാവായ കുനിയിൽ പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയത്. ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് പ്രതിഭാഗത്തിന്റെ അഭിപ്രായമാരാഞ്ഞ ഘട്ടത്തിൽ കേസ് കെട്ടിച്ചമച്ചതാണെന്ന വാദം അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചു. മതസംഘടനകൾ കേസിന് പിന്നിൽ പ്രവർത്തിച്ചെന്ന പ്രതിഭാഗത്തിന്റെ നിലപാടിനെ കോടതി തള്ളി. പോക്സോ കേസിന്റെ മെറിറ്റ് മാത്രമാണ് പരിഗണിച്ചതെന്ന് ജഡ്ജി MT ജലജാറാണി വ്യക്തമാക്കി. വാദത്തിന്റെ ഘട്ടത്തിൽ പ്രതിഭാഗം ഉന്നയിച്ച ഇക്കാര്യങ്ങൾ തള്ളിയതാണെന്നും കോടതി എടുത്തു പറഞ്ഞു. ഭാവിയിൽ പ്രതിയുടെ കുടുംബം ആത്മഹത്യ ചെയ്താൽ ഉത്തരവാദികൾ STPI അടക്കമുള്ള സംഘടനകളായിരിക്കുമെന്ന് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. എന്നാൽ ഇക്കാര്യങ്ങൾ അപ്പീൽ നൽകുന്ന ഘട്ടത്തിൽ ബോധിപ്പിക്കാമെന്ന് കോടതി മറുപടി നൽകി.
അതേസമയം അധ്യാപകനായ പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായ കുറ്റകൃത്യത്തിന് കടുത്ത ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. മാതൃകാപരമായ ശിക്ഷ ഈ കേസിൽ ഉണ്ടാകണമെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ PM ഭാസുരി ആവശ്യപ്പെട്ടു. കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് വാദത്തിന് ശേഷം പ്രതിഭാഗം അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മീഡിയ 1 കണ്ണൂർ. ഹാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ വീണ്ടും കോടതിയിലേക്ക്. സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് സംവിധായകൻ റഫീഖ് വീര മീഡിയ 1 പറഞ്ഞു. സിനിമയിലെ ചില ഭാഗങ്ങൾ നീക്കാൻ കാരണമായത് അഭിഭാഷകന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഹർജി നൽകാനാണ് നീക്കം. സിനിമയുടെ പ്രമേയം സംബന്ധിച്ച് സെൻസർ ബോർഡ് ഉയർത്തിയ വിയോജിപ്പ് ചോദ്യം ചെയ്താണ് ഹാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിച്ചത്. ഉന്നയിച്ച വിഷയങ്ങൾ കോടതി ശരിവെക്കുകയും ചെയ്തു. A സർട്ടിഫിക്കറ്റ് നൽകിയ സെൻസർ ബോർഡ് നടപടി കോടതി റദ്ദാക്കി. എന്നാൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കുന്നതിന് തടസ്സമില്ലെന്ന് അഭിഭാഷകൻ പറഞ്ഞത് പ്രകാരം കോടതി ഇടപെട്ടില്ല. അത്തരം ഭാഗങ്ങൾ സെൻസർ ബോർഡ് പറഞ്ഞതുപോലെ ഒഴിവാക്കേണ്ടതായും വരും. ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗവും രാഖിയുടെ ദൃശ്യവും ധ്വജപ്രണാമം, സംഘം കാവലുണ്ട് തുടങ്ങിയ പരാമർശങ്ങളും നീക്കേണ്ടി വരും. അഭിഭാഷകൻ വാദമുന്നയിച്ച സമയത്ത് സംഭവിച്ച ഈ പിഴവ് തിരുത്താൻ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. എന്തു തന്നെ ആയാലും ഞങ്ങൾ ഒരു വർഗീയ പാർട്ടിക്കോ ഒരു കക്ഷിക്കോ വേണ്ടി ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറ്റത്തിലുള്ള ഒരു ഭാഗം പോലും കട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ മുടക്കുമുതൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു വിധത്തിലുള്ള ഒരു അനുനയമായിട്ടുള്ള രീതിയിൽ ഈ സിനിമ പുറത്തിറക്കില്ല. ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ കോടതി ശരിവെച്ചത് തങ്ങളുടെ നേട്ടമാണെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു. അപ്പോൾ അത് ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും ബീഫ് കഴിക്കരുതെന്നോ അല്ലെങ്കിൽ ധ്വജ പ്രണാമം ഉപയോഗിക്കരുതെന്നോ ഗണപതി വട്ടം ഉപയോഗിക്കരുതെന്നും രാഖി ബ്ലർ ചെയ്യണമെന്നും ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും നിരീക്ഷിച്ചാൽ ഞങ്ങളുടെ ഭാഗത്ത് കക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഒരു ആവശ്യം ഉന്നയിച്ച പോലെയാണ് അത് ആ വിഷയം അവിടെ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. മീഡിയ 1 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനോട് വൈകാതെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം N വാസു ദേവസ്വം കമ്മീഷണറായിരിക്കെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരിൽ നിന്നും മൊഴിയെടുത്തു. വാസുവിനായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് SIT നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ബന്ധുവിന്റെ മരണത്തെ തുടർന്ന് 2 ദിവസത്തെ സാവകാശം പത്മകുമാർ തേടി. ഇന്നലെ സമയപരിധി അവസാനിച്ചതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകേണ്ടി വരുമെന്ന് അന്വേഷണ സംഘം പത്മകുമാറിനെ അറിയിച്ചത്. പത്മകുമാറിനെ വൈകാതെ ചോദ്യം ചെയ്യും. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറിഞ്ഞിരുന്നുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ പങ്ക് സ്ഥിരീകരിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കും. N വാസുവിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായാണ് അന്നത്തെ ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണ സംഘം കൂടുതൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരം തേടിയത്. ഉദ്യോഗസ്ഥരുടെ മൊഴി വിശദമായി പരിശോധിക്കുകയാണ്. ഇതിനുശേഷമാകും വാസുവിനെ ചോദ്യം ചെയ്യുക. മീഡിയ 1 തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K ജയകുമാറും അംഗമായി K രാജുവും സത്യപ്രതിജ്ഞ ചെയ്തു. സ്വർണ്ണക്കൊള്ള വിശ്വാസികളിൽ സങ്കടമുണ്ടാക്കി. അതിനാൽ ശബരിമലയോടുള്ള വിശ്വാസം തിരിച്ചുപിടിക്കുമെന്നും ഇനി വിശ്വാസം വ്രണപ്പെടില്ലെന്നും K ജയകുമാർ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ദേവസ്വം ബോർഡിൽ ഭരണമാറ്റം. പ്രതിപക്ഷത്തിന്റെ അടക്കം പ്രതിഷേധം കുറയ്ക്കാനായിട്ടായിരുന്നു മുൻ IAS ഉദ്യോഗസ്ഥനായ K ജയകുമാറിനെ സർക്കാർ രംഗത്തിറക്കിയത്. ഈശ്വരനെ വിശ്വസിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി 72 വയസ്സുള്ള K രാജു എന്ന ഞാൻ. K ജയകുമാർ ദേവസ്വം പ്രസിഡന്റാകുന്നത് അഭിമാനകരം. അഡ്മിനിസ്ട്രേഷൻ എന്ന കല വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. മന്ത്രി V ശിവൻകുട്ടി ഇരുവരെയും പൊന്നാട അണിയിച്ചു. ശബരിമലയിൽ നടക്കുന്ന അവിഹിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം K ജയകുമാർ പറഞ്ഞു. ഭരണസമിതി നടത്തിയിട്ടുള്ള മാറ്റങ്ങളുടെ തുടർച്ച എന്ന വണ്ണം തന്നെ ഒരുപക്ഷെ കുറച്ചും കൂടി റാഡിക്കലായിട്ടുള്ള മാറ്റങ്ങൾ നടത്തിക്കൊണ്ട് ഇനി വിശ്വാസം ഭംഗപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന പ്രക്രിയയാണ് ഈ ബോർഡ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ചടങ്ങിൽ മുൻ പ്രസിഡന്റ് PS പ്രശാന്തും പങ്കെടുത്തു. സംതൃപ്തിയോടെയാണ് പടിയിറക്കമെന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രശാന്ത് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച രീതിയിൽ ഞങ്ങൾക്ക് മണ്ഡല മകരവിളക്ക് മഹോത്സവം സർക്കാരിന്റെയും ഒക്കെ ദേവസ്വം ബോർഡ് മന്ത്രിയുടെയും നിങ്ങളെല്ലാവരുടെയും സഹകരണത്തോടുകൂടിയും പൂർത്തിയാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇപ്രാവശ്യവും അവിടെ എത്തുന്ന ഒരു ഭക്തനും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. തൃപ്തിയോടുകൂടി ദർശനം പൂർത്തിയാക്കി ഇറങ്ങണം എന്ന് തന്നെയാണ് ബോർഡിന്റെ തീരുമാനമുണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ പരമാവധി ചെയ്തിട്ടുണ്ട്. പുതിയ ഭരണസമിതിയുടെ ആദ്യ ബോർഡ് യോഗവും ചേർന്നു. നാളെ തുടങ്ങുന്ന ശബരിമല മണ്ഡലകാല കാര്യങ്ങളായിരുന്നു ചർച്ച ചെയ്തത്. മീഡിയ 1 തിരുവനന്തപുരം.
കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ ഫാക്ടറിക്ക് അനുമതി നൽകിയതിൽ ജില്ലാ കലക്ടറും ഉദ്യോഗസ്ഥരും ഗുരുതര ക്രമക്കേട് നടത്തിയതായി ആരോപണം. മലിനീകരണ നിയന്ത്രണ ബോർഡ് 37 ലക്ഷം രൂപയുടെ പിഴ ചുമത്തിയ കമ്പനിക്ക് പിഴയടയ്ക്കാതെ വീണ്ടും പ്രവർത്തനാനുമതി നൽകി. വർഷകാലത്ത് സ്ഥിരം വെള്ളം കയറുന്ന കമ്പനിക്ക് പുഴയോരത്ത് അനുമതി നൽകിയതും നിയമവിരുദ്ധമാണെന്നാണ് ആരോപണം. രൂക്ഷമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് 6 വർഷമായി പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് കമ്പനിക്ക് അനുകൂലമായാണ് ഏറ്റവും അവസാനം ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ മനുഷ്യാവകാശ പ്രവർത്തകൻ സൈദലവി തിരുവമ്പാടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 21/5/2024 37,10,000 രൂപ പാരിസ്ഥിതിക നഷ്ടമുണ്ടാക്കിയതിന് മലിനീകരണ ബോർഡ് പിഴ ചുമത്തിയിട്ടുള്ള കമ്പനിയാണ് ഫ്രഷ് കട്ട്. 15 ദിവസം കൊണ്ട് പൈസ അടക്കാൻ പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൈപ്പറ്റിയിട്ടും 18 മാസം കഴിഞ്ഞിട്ട് ഇന്നേ ദിവസം വരെ പണം പൂർണ്ണമായിട്ടും അടവാക്കിയിട്ടില്ല. ഈ തുക അടക്കാത്ത കമ്പനിക്ക് മലിനീകരണ ബോർഡ് വീണ്ടും 27 വരെ അനുമതി നീട്ടി നൽകിയത് വൻ ക്രമക്കേടാണ്. അത് അഴിമതിയുടെ ഭാഗമായിട്ടാണ്, അത് അന്വേഷിക്കേണ്ടതാണ്. വർഷകാലത്ത് ഒരാൾ പൊക്കത്തിൽ കമ്പനിയിൽ വെള്ളം കയറിയതായും മാലിന്യങ്ങൾ പുഴവെള്ളത്തിൽ കലർന്നതായും കമ്പനി തന്നെ അംഗീകരിച്ചിട്ടും അധികൃതർ നടപടിയൊന്നും എടുത്തില്ല. കമ്പനിയിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം കയറി 35 ലക്ഷം രൂപയുടെ അസംസ്കൃത വസ്തു ഇത് വെള്ളത്തിൽ കലർന്നിട്ടുണ്ട് എന്ന് കമ്പനിയുടെ മാനേജർ, ജനറൽ മാനേജർ തന്നെ രേഖാമൂലം എഴുതി കൊടുത്തിട്ട് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുകയോ നടപടിയോ പരിശോധന നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കയറുന്ന സ്ഥലത്ത് ഈ സ്ഥാപനം നിലനിർത്താൻ കഴിയില്ല. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാത്ത ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടറെ 1-ാം പ്രതിയാക്കിയും മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവയോൺമെന്റ് എഞ്ചിനീയറെ 2-ാം പ്രതിയാക്കിയും വർഷക്കാലത്ത് പുഴവെള്ളം കയറുന്ന പ്രദേശത്ത് റെഡ് സോണിൽപ്പെട്ട കമ്പനിക്ക് അനുമതി നൽകിയതിൽ കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിയെ 3-ാം പ്രതിയാക്കിയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് വിവരാവകാശ പ്രവർത്തകൻ സൈദലവി തിരുവമ്പാടി. ടി അനീസ് അലി, മീഡിയ 1, കോഴിക്കോട്. തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന പാതയിൽ CNG ലോഡുമായി പോയ ലോറി മറിഞ്ഞു. ലോറിയിൽ നിന്ന് വാതകം ചോരുന്നു. സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുന്നു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, എന്താണ് സംഭവിച്ചത്? ആശങ്കാജനകമായ സാഹചര്യമാണോ? ജിൽസി, ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്നത്. തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന പാതയിൽ പാലോട് വഞ്ചിവത്തിന് സമീപം മഞ്ഞക്കാട്ടുമൂല വളവിലാണ് CNGയുമായി പോയ ലോറി മറിഞ്ഞത്. വളവിൽ നിന്ന് വളവ് തിരിഞ്ഞ് സ്ട്രെയിറ്റ് റോഡിലേക്ക് കയറുന്ന സമീപം വണ്ടി മറിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12 കൂടിയാണ് ഈ വാഹനാപകടം ഉണ്ടായത്. വാഹനത്തിൽ നിന്ന് CNG ചോരുന്നുണ്ട്. ഇത് CNG ചോരുന്നത് തടയാനുള്ള ശ്രമം ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടത്തുന്നുണ്ട്. വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ചെറിയ തോതിലാണ് നിലവിൽ വാതകം ചോരുന്നത്. സമീപ പ്രദേശങ്ങളിൽ ഏതാണ്ട് ഒരു 100 മീറ്റർ ചുറ്റളവിലുള്ള ആളുകളടക്കം മാറ്റുകയാണ്. 35 സിലിണ്ടറുകൾ ഈ ലോറിയിൽ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് 2 എണ്ണത്തിലാണ് ഇപ്പോൾ വാതക ചോർച്ച ഉണ്ടായിട്ടുള്ളത്. സമീപ പ്രദേശങ്ങളിലെ കിടപ്പ് രോഗികളെ അടക്കം മറ്റ് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണ്. വിതുര, നെടുമങ്ങാട് യൂണിറ്റുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് സ്ഥലത്തുള്ളത്. പോലീസ് അടക്കം സ്ഥലത്തുണ്ട്. ഇത്തരം നിലവിൽ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമില്ല. പക്ഷേ രക്ഷാപ്രവർത്തനം അതീവ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അവിടെ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന പാതയിലാണ് CNG ലോഡുമായി പോയ ലോറി മറിഞ്ഞിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഷിജോ കുര്യൻ നൽകിയത്. ആലപ്പുഴ അരൂർ അപകടത്തിൽ അടിയന്തര സുരക്ഷാ ഓഡിറ്റിന് ദേശീയപാത അതോറിറ്റി. ഇതിനായി റൈറ്റ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയെ ചുമതലപ്പെടുത്തി. നിർമ്മാണത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. IRC മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണമെന്നും വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകി. ഇതോടെയാണ് സുപ്രധാന ഓഡിറ്റിനുള്ള നിർദ്ദേശം നൽകിയത്. ചട്ടങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണമെങ്കിൽ കരാർ കമ്പനി ഒഴിവാക്കുമെന്നും ദേശീയപാത അതോറിറ്റി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കൊല്ലത്ത് പോലീസുകാരിക്ക് നേരെ പോലീസുകാരന്റെ അതിക്രമം. നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ 6-ാം തീയതി പുലർച്ചെയായിരുന്നു സംഭവം. പാറാവ് ജോലിക്ക് ശേഷം വിശ്രമ മുറിയിലേക്ക് പോയ പോലീസുകാരിക്ക് നേരെയായിരുന്നു സീനിയർ CPO നവാസിന്റെ അതിക്രമം. പോലീസുകാരി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ചവറ സ്വദേശിയായ പോലീസ് നവാസിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുത്തു. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ BA LLB കോഴ്സ് പഠിപ്പിക്കുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അഫിലിയേഷൻ ഇല്ലാതെ. 2011 BA LLB ഹോണേഴ്സ് കോഴ്സിലേക്ക് മാറിയതിന് പിന്നാലെയാണ് അഫിലിയേഷൻ റദ്ദായത്. അഫിലിയേഷൻ ഇല്ലാത്ത കോഴ്സ് പഠിച്ചിറങ്ങിയതിനാൽ വിദേശത്ത് ജോലി ചെയ്യുന്നതിനും തുടർ പഠനത്തിനും തടസ്സം നേരിട്ടതോടെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. BA LLBയിൽ നിന്നും BA LLB ഹോണേഴ്സിലേക്ക് മാറിയതോടെയാണ് 2011 കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലെ ഡിഗ്രി കോഴ്സിന് അഫിലിയേഷൻ റദ്ദായത്. വർഷം 15 കഴിഞ്ഞിട്ടും അഫിലിയേഷൻ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. 2011 തൊട്ട് അംഗീകാരമില്ലാതിരിക്കെ തന്നെ 2016 ഒരു ഇൻസ്പെക്ഷന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇവിടെ സന്ദർശിക്കുകയുണ്ടായി.
അന്ന് ഇതേപോലെ തന്നെ ഈ എൻറോൾമെൻറ്റിന് ആവശ്യമായ തുക ഇത്രയാണെന്ന് പറഞ്ഞു പോകും. വളരെ കെയർലെസ് ആയിട്ടാണ് ഇവരിത് കൈകാര്യം ചെയ്യുന്നത്. ഇവരുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കാര്യങ്ങൾ എത്തുന്നില്ല. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് അഫിലിയേഷൻ ലഭിക്കാത്തതിന് കാരണമായി കോളേജ് അധികൃതർ പറയുന്നത്. അഫിലിയേഷൻ ഇല്ലാത്ത കോളേജുകളിൽ നിന്നും പാസ്സായവരെ എൻറോൾ ചെയ്യിക്കരുതെന്ന കർശന നിർദ്ദേശം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ടെങ്കിലും ഇത് പാലിക്കപ്പെടാത്തതാണ് കേരളത്തിൽ എൻറോൾ ചെയ്യുന്നവരെ പ്രതികൂലമായി ബാധിക്കാത്തതിന് കാരണം. ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇതേ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എൻറോൾമെൻറ്റും അതേപോലെ തന്നെ എയ്ബ് എക്സാമും ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഭാഗമായി പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. വളരെ കെയർലെസ് ആയിട്ടാണ് ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇത് കൈകാര്യം ചെയ്യുന്നത്. അതേസമയം വിദേശത്ത് ജോലി ചെയ്യാൻ ശ്രമിച്ചവരെ സാരമായി ബാധിച്ചതോടെയാണ് കോടതിയെ സമീപിക്കാൻ വിദ്യാർത്ഥികൾ തീരുമാനിച്ചത്. സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.